കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്നും അതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറയാതിരിക്കാൻ പ്രൊഡക്ഷൻ കൂട്ടണമെന്ന അശ്ലീലം സ്ത്രീകളോട് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ മനുഷ്യൻ. ഇന്നാട്ടിലെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ആക്രമിക്കുന്ന പണിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ എടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരും വെള്ളാപ്പള്ളിയുടെ ഈ ചെയ്തികൾക്ക് കുടപിടിക്കുകയാണ്. അതിനും അപ്പുറം പ്രതിപക്ഷം പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന് സംസാരിക്കാനുള്ള വർഗീയ പ്രസംഗങ്ങൾ എഴുതി നൽകുന്നത് CPM ആണോ എന്ന് പൊതുജനത്തിന് പോലും തോന്നിക്കുന്ന വിധത്തിലുള്ള പുകഴ്ത്തലുകളും സംരക്ഷണവുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മത സാമുദായിക ഐക്യത്തെ അപകടകരമായ രീതിയിൽ തകർക്കുന്ന പണിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ അല്ല, ഒട്ടനവധി തവണയാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതുവരെ ആ പറഞ്ഞതിലൊന്നും ഖേദം പ്രകടിപ്പിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തുടർന്നും വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു മതവിഭാഗത്തെയും അപമാനിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൽ പല സന്ദർഭങ്ങളിലായി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയും അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നത്.